മാതരം ഗീതത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്ക് ഭാഗമായി നവി മുംബൈയിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ 10,000 അണിനിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ളവർ കൈകോർത്ത പരിപാടിയിൽ വന്ദേമാതര ഗീത ആലാപനവും നടന്നു. ദേശീയ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ആഘോഷം. വന്ദേമാതരം ഗീതത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നവി മുംബൈയിൽ ശ്രദ്ധേയമായ പരിപാടി സംഘടിപ്പിച്ചു. വന്ദേമാതരം പ്രതിഷ്ഠാന്റെ നേതൃത്വത്തിൽ പാം ബീച്ച് റോഡിൽ നടന്ന പരിപാടികൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 10,000 മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. ഒരു രാജ്യം ഒരു ശബ്ദം വന്ദേ മാതരം എന്ന സന്ദേശമുയർത്തിയായിരുന്നു പരിപാടി. മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നവർ ഒരുമിച്ച് വന്ദേമാതരം ആലപിച്ചത് ദേശീയ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ശക്തമായ സന്ദേശമായി. മഹാരാഷ്ട്ര വനം വകുപ്പ് മന്ത്രി ഗണേഷ് ജി നായക്, നിയമസഭാ അംഗം മന്ദാതായ് മഹാത്രെ, മുൻ താനെ ലോക്സഭാ MP സഞ്ജീവ് ജി നായക് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ സുജാത സൂരജ് പാട്ടീൽ മുഖ്യ അതിഥിയായി. പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സാമൂഹ്യ പ്രവർത്തകനും സംഘാടകനുമായ ശശി ദാമോദരൻ അഭിമാനവും സന്തോഷവും പങ്കുവച്ചു. നമ്മൾ ഒരു 33 സ്കൂൾ നവി മുംബൈയിൽ നിന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. മഴയുണ്ടെങ്കിലും അവർ ഈ ഹ്യൂമൻ ചെയിൻ വേണ്ടി വന്നിരിക്കും. വന്ദേ മാത്രം നമ്മളെ ഈ ജനറേഷൻ, അതായത് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. 15th August 1947 മുമ്പ് നമ്മളെ രാജ്യം ഫ്രീ അല്ലായിരുന്നു. ആ ഫ്രീഡം കൊണ്ടുവരാനായിട്ട് നമ്മളെ ഫോർ ഫാദേഴ്സ്, സഹോദര സഹോദരിമാർ ഇതിനു വേണ്ടി ഒരുപാട് യോഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിവരം അവർ മനസ്സിലാക്കണം. നമ്മളെ ഫ്രീഡത്തിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കാണുന്നുണ്ട് പല സ്റ്റേറ്റ്സിലും നമ്മൾ ഈ ഫ്രീഡത്തിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെസ്സേജ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് അവരുടെ കടമയാണ്. ഇന്ന് അവർ ഫ്രീ ആണ്. ഈ രാജ്യത്തിന് വേണ്ടി അവർക്ക് പഠിക്കാം, ഫ്രീ ആണ്. അവർക്ക് ഫ്രീഡം ഉണ്ട് എല്ലാ കാര്യത്തിനും. അവർക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഫ്രീഡം ഉണ്ട്. വന്ദേമാതരം ഗീതത്തിന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമരകാലത്തെ അതിന്റെ പ്രാധാന്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായി പരിപാടി മാറി. വിദ്യാർത്ഥികളും അധ്യാപകരും ആഘോഷത്തിൽ ആവേശം പങ്കുവച്ചു. 150 വർഷം പിന്നിട്ട വന്ദേമാതരം ഗീതത്തിന്റെ പൈതൃകം പുതുതലമുറയിലേക്ക് കൈമാറുന്നതിനോടൊപ്പം ദേശീയ ഐക്യത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു നവി മുംബൈയിലെ ആഘോഷമെന്ന് സാമൂഹ്യ പ്രവർത്തക സുമാ രഞ്ജിത്ത് പറഞ്ഞു. So I'm so happy and so proud to be an Indian, and I'm so grateful to all my Indians, all my brothers and sisters. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇന്ന് നല്ലൊരു ഡാർക്ക് ക്ലൗഡ്സ് ഉണ്ടായിരുന്നു. Still they didn't get worried. None of the school or principals didn't cancel. That is the spirit of our വന്ദേമാതരം ഒരു ഗാനം മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോടും ദേശീയ ബോധത്തോടും ചേർന്നു നിൽക്കുന്ന വികാരമാണ്. 150 വർഷങ്ങൾ പിന്നിട്ടിട്ടും തലമുറകളെ ഒരുമിപ്പിക്കുന്ന ആ വികാരത്തിന്റെ കരുത്താണ് നവി മുംബൈയിലെ മനുഷ്യച്ചങ്ങലയിലും കൂട്ടായ ഗാനാലാപനത്തിലും പ്രകടമായത്. ജനം TV വേണ്ടി JP, നവി മുംബൈയിൽ നിന്നും.